നമസ്കാരം. ഇന്ന് മുതൽ നമ്മളൊരു പുതിയൊരു സീരീസും കൂടി ആരംഭിക്കാൻ പോവാണ്. അതായത് ഇനി വരാൻ പോകുന്ന ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ, സയൻസിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിസിക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സിലബസിലെ ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞ ശേഷം കെമിസ്ട്രി എടുക്കും, പിന്നീട് ബയോളജി എടുക്കും. അപ്പൊ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമന്റ് ആയിട്ട് തന്നെ പറയാം. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിനനുസരിച്ചിട്ടായിരിക്കും തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വന്നോളാം. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിസിക്സിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അതായത് അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലാസ് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ പഠിച്ചിരിക്കും, അതിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അളവുകളും യൂണിറ്റുകളും അല്ലേ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പല സന്ദർഭങ്ങളിലായിട്ടൊക്കെ ഈ പറഞ്ഞ അളവുകളും യൂണിറ്റുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കടയിലോട്ട് പോയി. ഓക്കെ, ഇപ്പൊ കടയിൽ എന്തെങ്കിലും പച്ചക്കറി മേടിക്കാനായിട്ട് പോയി എന്ന് വിചാരിക്കുക അല്ലെ. അവിടെ നമ്മൾ എന്താ പറയാറ്, കുറച്ച് എന്താ പറയാ, തക്കാളി വേണം അല്ലെങ്കിൽ കുറച്ച് ഉള്ളി വേണം, അങ്ങനെയാണോ പറയാറ്? അല്ലല്ലേ, കൃത്യമായിട്ടുള്ള അളവിലായിരിക്കും നമ്മൾ പറയാം അല്ലെ. ഒന്നെങ്കിൽ 1 കിലോ തക്കാളി, അല്ലെങ്കിൽ 2 കിലോ ഉള്ളി, അല്ലെങ്കിൽ ഇപ്പം 100 ഗ്രാം കടുക്, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള യൂണിറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളോട് ഒരാൾ സമയം ചോദിച്ചു അല്ലെ. ഇപ്പൊ സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയായി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു യൂണിറ്റിലായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തവണ നമ്മൾ ഈ പറഞ്ഞ പോലെ അളവുകളും യൂണിറ്റുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കാം. അപ്പൊ അവിടെ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അടിസ്ഥാന അളവുകളെ കുറിച്ചിട്ടാണ്. അപ്പം എന്താണ് അടിസ്ഥാന അളവുകൾ എന്ന് നോക്കാം. എന്താണ് അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാല്, അതായത് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ചിട്ട് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഒറ്റ സെക്കൻഡ്. ഓക്കെ, അപ്പം എന്താണ് അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ചിട്ട് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അളവുകളാണ് അടിസ്ഥാന അളവുകൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ സമയം ചോദിക്കാന്ന് പറയുമ്പോൾ അവിടെ സമയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സമയം പറയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സമയം എന്ന് പറയുന്ന അളവ് മാത്രമേ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ അല്ലെ. അവിടെ വേറെ അളവുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതായത് ഈ പറഞ്ഞ അടിസ്ഥാന അളവുകൾ പ്രസ്താവിക്കണമെങ്കിൽ ഈ പറഞ്ഞ അളവുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ചിട്ടൊന്നും പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അളവുകളായിരിക്കും എന്തെന്ന് പറയുന്നത്, അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യമാണ്, എത്ര അടിസ്ഥാന അളവുകൾ ഉണ്ട്? അങ്ങനെയാണെങ്കിൽ എത്ര അടിസ്ഥാന അളവുകൾ ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞേ. എത്ര എണ്ണാണുള്ളത്? 7 അടിസ്ഥാന അളവുകളാണുള്ളത്. ഓക്കെ, എത്രയാണ്? 7 അടിസ്ഥാന അളവുകളാണ്. ഇനി അത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ആ 7 അടിസ്ഥാന അളവുകൾ? ചോദിക്കാം, വേണമെങ്കിൽ ചോദിക്കും, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അടിസ്ഥാന അളവ്, അല്ലെങ്കിൽ ചോദിക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് അല്ലാത്തത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവണം എന്തൊക്കെയാണ് ഈ അടിസ്ഥാന അളവുകൾ എന്ന് അല്ലെ. അപ്പൊ ഒന്ന് ഓർത്തു വെച്ചേ, ഏതൊക്കെയാണ്? നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത. അപ്പൊ ഇത്രയാണ് ഈ പറഞ്ഞ 7 അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞത്. അല്ലെ, നമുക്ക് വായിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ കാണാതെ പെട്ടെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇതിലുണ്ടോ അല്ലെങ്കിൽ അടിസ്ഥാന അളവിൽ ഉൾപ്പെടുന്നതാണോ അല്ലേ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 7 അളവുകൾ എന്ത് ചെയ്യാം, ചെറിയൊരു കോഡ് വെച്ചുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയൊരു കോഡ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കോഡ് ഇതാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഒരു റൗഡി ഉണ്ടെന്ന് കരുതുക. ഓക്കെ, റൗഡി അഥവാ ഗുണ്ട. അപ്പൊ ഗുണ്ടനെ കാണുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, നിങ്ങളെ ആളുകള് അളക്കുന്നത്. ഓക്കെ, നിങ്ങളെ ആളുകൾ എങ്ങനെയാണ് അളക്കുന്നത്? അളക്കുന്നത് നിങ്ങളുടെ ആ ഒരു തീവ്രത. ഓക്കെ, നിങ്ങൾ അടിക്കുന്ന ആ ഒരു തീവ്രതയും നിങ്ങളുടെ ആ ഒരു നിലയും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരു മാസ് എന്ന പോലെയാണ് കേട്ടോ, നിങ്ങളൊരു മാസ് എന്ന പോലെയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടായാൽ നമ്മുടെ അടിസ്ഥാന അളവുകളും ഒക്കെ സെറ്റ് ആണ്. എന്താണ് പറഞ്ഞത്? നിങ്ങളൊരു ഗുണ്ടനെ കണ്ടപ്പോ എന്താ പറഞ്ഞത്? നിങ്ങളെ ആളുകളൊക്കെ അളക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ആ ഒരു തീവ്രതയും നിങ്ങളുടെ ആ ഒരു നിലയും ഒക്കെ കണ്ടിട്ട് നിങ്ങളൊരു മാസ് എന്ന പോലെയാണ് അല്ലെ. അവിടെ നിങ്ങൾ പറഞ്ഞേ, നിങ്ങളെ അളക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അളവ് വരുന്നില്ലേ? അതാണ് പദാർത്ഥത്തിന്റെ അളവ്. ഒന്ന് പഠിച്ചേ, ഏതാണ്? പദാർത്ഥത്തിന്റെ അളവ്. എങ്ങനെ അളക്കുന്നത്? നിങ്ങളുടെ ആ ഒരു തീവ്രത അല്ലെ, തീവ്രത എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ ഓർത്തു വെക്കണം. വൈദ്യുത പ്രവാഹ തീവ്രതയും അതുപോലെ തന്നെ പ്രകാശ തീവ്രതയും. ഓക്കെ ആണല്ലോ, വൈദ്യുത പ്രവാഹ തീവ്രതയും പ്രകാശ തീവ്രതയും.
അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ആ തീവ്രതയും നിങ്ങളുടെ ആ നിലയും അല്ലെ, നില എന്ന് പറയുമ്പോൾ വെറും നിലയല്ല, താപനില, അതാണ് അവിടെ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ താപനില അടുത്തൊരു യൂണിറ്റ് ആണ്. ഓക്കെ, അല്ല അടുത്തൊരു അളവാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ആ തീവ്രതയും നിലയും കണ്ടിട്ട് എന്താന്നാ പറയുന്നത്, നിങ്ങളൊരു മാസ് ആണെന്നാണ് അല്ലെ. അപ്പൊ നിങ്ങളൊരു മാസ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ എന്നുള്ളതിൽ നീളം, മാസ് എന്ന് പറയുമ്പോൾ മാസും പറയാം, അതുപോലെ തന്നെ ലാസ്റ്റ് സാ വെച്ചിട്ട് സമയവും പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ 7 അടിസ്ഥാന അളവുകൾ കിട്ടിയല്ലോ. ഏതൊക്കെയാണ്? പദാർത്ഥത്തിന്റെ അളവ്, വൈദ്യുത പ്രവാഹ തീവ്രത, പ്രകാശ തീവ്രത, താപനില, പിന്നെ ഏതാ നീളം, മാസ്, സമയം. ഓക്കെ ആണല്ലോ. ഈ ചെറിയൊരു കോഡൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ മറന്നു പോവില്ല. ഇനി ഏത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതെങ്കിലും അളവ് തന്നുകൊണ്ട് അത് അടിസ്ഥാന അളവാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ, എന്താണ് അടിസ്ഥാന അളവ് എന്ന് പറഞ്ഞാല്? അതായത് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതോ മറ്റളവുകളൊന്നും ഉപയോഗിച്ചുകൊണ്ട് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അളവുകളാണ് എന്തെന്ന് വിളിക്കുന്നത്? അടിസ്ഥാന അളവുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പണ്ട് കാലങ്ങളിലെ അടിസ്ഥാന അളവുകളുടെ ഒക്കെ യൂണിറ്റ് പ്രസ്താവിക്കുന്ന രീതികളെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണ് രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 രീതികളാണ് ഉള്ളത്. ഒന്ന് CGS വരുന്നുണ്ട്, പിന്നെ വരുന്നത് ഏതാണ്? FPS, MKS. ഇതായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിച്ചിരുന്ന രീതികൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നീളം, പിന്നെ മാസ്, സമയം. അതായത് ഈ CGS യൂണിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നീളത്തിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ CGS മാസ് എങ്ങനെയാണ്? മാസിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് ഗ്രാമിലായിരിക്കും. അതുപോലെ തന്നെ സമയമാണെങ്കിൽ സെക്കൻഡിലായിരിക്കും. അതാണ് നിങ്ങൾ ഈ കണ്ടല്ലോ CGS എന്ന് പറയുമ്പോൾ C എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ, G എന്ന് പറഞ്ഞാൽ ഗ്രാം, S എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അതായത് CGS രീതിയിൽ പ്രകാരം നമ്മുടെ നീളത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? സെന്റിമീറ്ററും, മാസ് ആണെങ്കിൽ ഗ്രാമും, സമയമാണെങ്കിൽ സെക്കൻഡും ആണ്. എന്നാൽ FPS ആണെങ്കിലോ FPS ആ പേരിൽ തന്നെയുണ്ട്. അവിടെ നീളത്തിന്റെ യൂണിറ്റ് F ഫൂട്ടാണ്, P എന്ന് പറയുമ്പോൾ മാസ് ആണ്, മാസിന്റെ യൂണിറ്റ് പൗണ്ട് ആണ്, സമയം എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് എന്താ ഇവിടെ പറയുന്നത്? സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ CGS ലും FPS ലും ഒക്കെ സമയത്തിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? സെക്കൻഡ് തന്നെയാണ്. ദെൻ അടുത്തത് MKS ആണ്. ഈ MKS നീളത്തിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ആദ്യത്തത് M അല്ലേ, മീറ്റർ. അതുപോലെ തന്നെ മാസിന്റെ യൂണിറ്റ് എന്താ? K അല്ലേ, കിലോഗ്രാം. പിന്നെ സമയത്തിന്റെ യൂണിറ്റ് S അല്ലേ, സെക്കൻഡ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതായത് CGS, FPS, MKS അതിൽ തന്നെ ആ പേരുണ്ട്. CGS എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. FPS എന്ന് പറയുമ്പോൾ ഫൂട്ട്, പിന്നെ ഏതാണ്? പൗണ്ട്, പിന്നെ സെക്കൻഡ്. MKS ആണെങ്കിലോ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, മൂന്നിലും എന്ത് വരുന്നുണ്ട്? സെക്കൻഡ് വരുന്നുണ്ട് അല്ലെ. അതായത് ഈ മൂന്നെണ്ണത്തിലും സമയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെക്കൻഡ് തന്നെയാണ്. ഓക്കെ അല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഈ പറഞ്ഞ MKS ഉണ്ടല്ലോ. ഈ MKS സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഏതെന്ന് പറയുന്നത്? SI സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, SI സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മുടെ MKS സിസ്റ്റത്തിന്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ്. ഇന്ന് ലോകമെമ്പാടും ആളുകൾ അംഗീകരിക്കുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് ഇത് SI സമ്പ്രദായത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. 1960 ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത്. SI എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇന്റർനാഷണൽ ആണ്, അഥവാ SI സമ്പ്രദായം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതിലുള്ള കാര്യങ്ങളായിരിക്കും ഏകീകൃതമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ലോകമെമ്പാടും അംഗീകരിക്കുന്ന യൂണിറ്റ് ആയിരിക്കും SI സമ്പ്രദായത്തിൽ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അടിസ്ഥാന അളവുകൾ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് വ്യുൽപ്പന്ന അളവുകളെ കുറിച്ചിട്ടാണ്. അപ്പം എന്താണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറഞ്ഞാല് എന്താണ്? അതായത് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്താ പറഞ്ഞത്? അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചും കൊണ്ട് പ്രസ്താവിക്കാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പരസ്പരം ഒന്നും ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റുള്ള അളവുകളൊന്നും ഉപയോഗിച്ചിട്ട് പ്രസ്താവിക്കാൻ കഴിയാത്തതായിട്ടുള്ള അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞത്. എന്നാൽ വ്യുൽപ്പന്ന അളവുകളാണെങ്കിലോ അത് നമ്മൾ ഈ പറഞ്ഞ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസ്താവിക്കാൻ പറ്റുന്നതാണ്. നമുക്കതൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പൊ ഒരു കാര്യം നോക്കാം. ഇപ്പൊ നിങ്ങളുടെ റൂം പെയിന്റ് അടിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളുടെ റൂം പെയിന്റ് അടിക്കണം. ഇപ്പൊ നമ്മുടെ റൂം പെയിന്റ് അടിക്കണമെങ്കിൽ നമുക്ക് അവിടെ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ. അതായത് ആ റൂം പെയിന്റ് അടിക്കണമെങ്കിൽ എത്ര പെയിന്റ് വേണം, അതുപോലെ തന്നെ ആ റൂമിന് പെയിന്റ് അടിക്കണമെങ്കിൽ എത്ര നമുക്ക് കോസ്റ്റ് ആവും അല്ലെ, എത്ര ചെലവാവും. അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? ആ റൂമിന്റെ വിസ്തീർണം അറിയണം. ഓക്കെ, വിസ്തീർണം അഥവാ പരപ്പളവ്. ഇനി പരപ്പളവ് എന്താന്ന് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടണ്ട, പരപ്പളവ് എന്ന് പറയുന്നത് എന്തിനെയാണ്? വിസ്തീർണത്തിനെയാണ്.
അപ്പൊ വിസ്തീർണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ റൂം നോക്കിക്കൊണ്ട് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല അല്ലെ. ഇത്രയാണ് ഇതിന്റെ വിസ്തീർണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ വിസ്തീർണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വിസ്തീർണം കാണാം? വിസ്തീർണം കാണാൻ നമുക്കറിയില്ലേ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നീളം ഇൻറ്റു വീതി അല്ലെ. നീളത്തിനെ വീതി കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുക, പരപ്പളവ് അഥവാ വിസ്തീർണം കിട്ടുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, ഈ നീളം എന്ന് പറയുന്നത് എന്താ, ഒരു അടിസ്ഥാന അളവല്ലേ. ഈ അടിസ്ഥാന അളവും കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് നമ്മൾ പ്രസ്താവിച്ചത്, വിൽപ്പന്ന അളവ് പ്രസ്താവിച്ചത് അല്ലെ. അതായത് പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു, അടിസ്ഥാന അളവ് ഉപയോഗിച്ചു. അപ്പൊ അതല്ലേ നമ്മൾ ഇപ്പൊ പറഞ്ഞ വിൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതായത് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് എന്തെന്ന് വിളിക്കുന്നത്, വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ പറഞ്ഞ വിൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു മരുന്നിന്റെ ഒരു ബോട്ടിലാണ്, അതിൽ അടങ്ങിയിരിക്കുന്ന മരുന്നിന്റെ അളവ് നമുക്കറിയണം. അല്ലെങ്കിൽ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അതിന്റെ അളവ് നമുക്കറിയണം. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല അല്ലെ. അവിടെ നമുക്ക് എന്താ അറിയേണ്ടത്, അതിന്റെ വ്യാപ്തമാണ് അറിയേണ്ടത്. എന്നാൽ നമുക്കത് അതിൽ എത്രത്തോളം ഈ പറഞ്ഞ മരുന്നാണെങ്കിൽ മരുന്ന്, അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ വെള്ളം, അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്, അതിന്റെ വ്യാപ്തം നോക്കിയിട്ടാണ്. അപ്പൊ എങ്ങനെയാ നമ്മൾ വ്യാപ്തം കണ്ടുപിടിക്കുക, അതായത് ആ ഒരു മരുന്നിന്റെ പാത്രം അല്ലെങ്കിൽ ഏതാണോ ബീക്കർ ആണെങ്കിൽ ബീക്കർ, അതിന്റെ പരപ്പളവ് കാണണം അല്ലെ. പരപ്പളവ് കണ്ടിട്ട് അതിനെ ഉയരം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, അതിന്റെ വ്യാപ്തം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണമാണ്, അതായത് നീളം ഇൻറ്റു വീതി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നീളവും വീതിയും ഉയരവും തമ്മിൽ ഗുണിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക, വ്യാപ്തം കിട്ടുക. അതായത് നമ്മൾ ഈ പറഞ്ഞ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് കിട്ടിയത്, ഈ പറഞ്ഞ വ്യാപ്തം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതെന്താണ്, ഒരു വിൽപ്പന്ന അളവാണ്. ഓക്കെ അല്ലേ. ഇതാണ് അടിസ്ഥാന അളവുകളും വിൽപ്പന്ന അളവുകളും എന്താന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാലോ. ഇനി അടുത്തത്, നമ്മുടെ പഴയ കാലങ്ങളിൽ, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ അളക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നീളമൊക്കെ അളക്കാനായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അവിടെ ചിത്രത്തിൽ കാണാം. ആദ്യം പറയുന്നു അടി അല്ലെ. നമ്മുടെ കാൽപാദം ഉപയോഗിച്ചുകൊണ്ട് അളക്കാറുണ്ടായിരുന്നു അല്ലെ. ഇത്ര അടി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ദൂരം അളന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുഴം അല്ലെ. ഇപ്പോഴും മുഴം നമ്മൾ ഉപയോഗിക്കാറില്ലേ. മുഴം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു കൈപ്പത്തിന്റെ തറ്റം മുതൽ ഈ ഒരു കൈമുട്ട് വരെയുള്ള അളവാണ് ഒരു മുഴം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോഴും നമുക്കറിയാം, മുല്ലപ്പൂ ഒക്കെ മേടിക്കുന്ന സമയത്ത് ഇത്ര 2 മുഴം അല്ലെങ്കിൽ 3 മുഴം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു അളവിലാണ് സാധാരണ നമ്മൾ ഇപ്പോഴും മേടിക്കാറുള്ളത് അല്ലെ. അല്ലാതെ ഇത്ര മീറ്റർ എന്ന് പറഞ്ഞിട്ട് സാധാരണ ഉപയോഗിക്കാറില്ല. അവിടെ ഇപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, മുഴം എന്ന് പറയുന്ന ആ ഒരു അളവുകോലിൽ വെച്ചിട്ടാണ് അളക്കാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു അളവുകോലാണ് ചാൺ എന്ന് പറയുന്നത്. അപ്പൊ ചാൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെറുവിരലും തള്ളവിരലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ടല്ലോ, ഈ ഒരു അളവ്, ഇതാണ് ഒരു ചാൺ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, അളക്കാറുണ്ട്. അപ്പൊ അതും എന്താണ്, മറ്റൊരു ഈ പറഞ്ഞ പോലെ നീളം അളക്കാനുള്ള ഒരു പഴയകാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഇതൊക്കെയാണ് പഴയ കാലങ്ങളിൽ അളവിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അടിയുണ്ട്, മുഴമുണ്ട്, ചാൺ അല്ലെ. ചിലപ്പോൾ ചാണായിരിക്കും കുറച്ച് പേർക്കെങ്കിലും അറിയാത്തൊരു കാര്യം. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. ഇനി ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള നമുക്കൊരു പോരായ്മകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതിയായിരുന്നില്ലേ. ഈ പറഞ്ഞ പോലെ അപ്പം സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടോ അളക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഈ ഒരു അടി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മുഴം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചാൺ വെച്ചുകൊണ്ടോ അളന്നാ പോരെ. എന്തുകൊണ്ടാണ് അത് നമ്മൾ പിന്തുടർന്ന് പോരാഞ്ഞത്? എന്തുകൊണ്ടായിരിക്കാം? ഇതിൽ കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് കിട്ടില്ല അല്ലെ. നമ്മളിപ്പോ കാലിന്റെ അടി വെച്ചുകൊണ്ട് അളക്കുകയാണെങ്കിലും അവിടെ എല്ലാവർക്കും ഒരേ കാൽപാദം ആയിരിക്കുമോ? അല്ലല്ലേ, അവിടെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടില്ല, ആ ഒരു ഫിഗർ കിട്ടില്ല അല്ലെ. അതായത് കറക്റ്റ് അളവ് നമുക്ക് കിട്ടില്ല. ഇപ്പൊ നമ്മൾ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഒരു അളവ് കിട്ടും അല്ലെ. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ കൈയിന്റെ ചാണ് വെച്ചുകൊണ്ട് അളന്നു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടണമെന്നുണ്ടോ? ഇല്ല അല്ലെ. അതായത് കൃത്യത കുറവായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അളവുകൾ വിശകലനം ചെയ്യാൻ പ്രയാസമായിരിക്കും. നമ്മളിവിടെ ഇത്ര ചാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ രാജ്യത്ത് പോയി പറയാണ് ഇത് ഇത്ര ചാണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അല്ലെ. അതായത് ഒരു സാധനത്തിന്റെ അളവ് 2 സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് അവർക്ക് അത് വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതായത് അവര് വേറെ രീതിയിലായിരിക്കും അളക്കുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സാധനത്തിന്റെ കറക്റ്റ് നീളം അളക്കാൻ അല്ലെങ്കിൽ നീളം വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെയായിരുന്നു അതിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഏത് സമ്പ്രദായം കൊണ്ടുവരുന്നത്, ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഒരൊറ്റ സമ്പ്രദായം കൊണ്ടുവരുന്നത്. അതാണ് ഏതെന്ന് പറയുന്നത്, സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് അറിയപ്പെടുന്നത് അല്ലെ. നമ്മുടെ SI സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് പ്രകാരം ഇതിലുള്ള യൂണിറ്റും കാര്യങ്ങളും എല്ലായിടത്തും സെയിം ആയിരിക്കും. 1960 ഈ ഒരു സിസ്റ്റം ഇന്റർനാഷണൽ കൊണ്ടുവരുന്നത്. ആ ഒരു കാര്യം അവിടെ ഓർത്തു വെക്കാം.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ അടിസ്ഥാന അളവുകളെ പറ്റി പറഞ്ഞല്ലോ അല്ലെ, നീളം, മാസ്, സമയം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. അതിൽ നമുക്ക് ആദ്യം നീളത്തെ കുറിച്ചിട്ട് നോക്കാം. അപ്പൊ നീളം എന്ന് പറയുമ്പം അല്ലെ, നമുക്കറിയാം നീളത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. നീളത്തിന് ഒരുപാട് യൂണിറ്റുകൾ വരുന്നുണ്ട് അല്ലെ. നീളമാണെങ്കിൽ നമുക്കറിയാം മില്ലിമീറ്റർ വരുന്നുണ്ട്, സെന്റിമീറ്റർ വരുന്നുണ്ട്, മീറ്റർ വരുന്നുണ്ട്, കിലോമീറ്റർ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ചെറിയ അളവാണ് മില്ലിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. 10 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 സെന്റിമീറ്റർ ആവുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്നുണ്ട്, സെന്റിമീറ്റർ വരുന്നുണ്ട്, മീറ്റർ വരുന്നുണ്ട്, കിലോമീറ്റർ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, നീളത്തിന്റെ യൂണിറ്റുകൾ തന്നെയാണ്. എന്നാൽ നീളത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് ലോകമെമ്പാടും ആളുകൾ ഒരേപോലെ ഏകീകൃതമായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, മീറ്റർ ആണ്. ഓക്കെ, അതായത് നീളത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആയിരിക്കും. അവിടെ ശ്രദ്ധിക്കണം, മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സ്മോൾ ലെറ്റർ M കൊണ്ടാണ് സൂചിപ്പിക്കേണ്ടത്. അപ്പൊ നീളത്തിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ്. മീറ്റർ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, സ്മോൾ ലെറ്റർ M കൊണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു കാര്യം ഇവിടെ അറിഞ്ഞിരിക്കണം, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്, എത്രയാണ് 100 ആണ് അല്ലെ. 100 സെന്റിമീറ്റർ ചേരുമ്പോഴല്ലേ 1 മീറ്റർ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാലോ, നമ്മുടെ സ്കെയിലിന്റെ അളവ് നോക്കിയാൽ മതി. നമുക്കറിയാലേ ചെറിയ ചെറിയ ഇതിൽ വരുന്നത് മില്ലിമീറ്റർ ആണ്. അപ്പൊ 10 മില്ലിമീറ്റർ ചേരുമ്പോഴല്ലേ 1 സെന്റിമീറ്റർ ആയിട്ട് മാറുന്നത്. അപ്പൊ 10 മില്ലിമീറ്റർ ചേർന്നാലാണ് 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എത്ര സെന്റിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ആയിട്ട് മാറുന്നത്, അത് 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 10 മില്ലിമീറ്റർ ചേരുമ്പോൾ 1 സെന്റിമീറ്റർ, 100 സെന്റിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ആയിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ആവുന്നത്, എത്രയായിരിക്കും, മില്ലിമീറ്റർ ഏറ്റവും ചെറിയ അളവല്ലേ. അതുകൊണ്ട് തന്നെ 1000 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ആയിട്ട് മാറുന്നത്. ഇതൊന്ന് പഠിക്കാം, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പല ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. എന്നിരുന്നാലും ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് 10 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 100 സെന്റിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്ററും, 1000 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം അവിടെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ബോക്സിൽ കൊടുത്ത കാര്യമാണ്. അതായത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതുപോലെ തന്നെ എന്താണ് പ്രകാശവർഷം, അതുപോലെ തന്നെ പാർസെക്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാല്, എന്താണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരത്തെയാണ് എന്തെന്ന് വിളിക്കാം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കാം. എന്താ പറഞ്ഞത്, നമ്മുടെ ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം, ആ ഒരു ദൂരത്തിനെയാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എത്രയാണ് വരുന്നത്, 15 കോടി കിലോമീറ്റർ ആണ് കേട്ടോ. എത്രയാണ് വരുന്നത്, 15 കോടിയാണ് കേട്ടോ, 15 കോടി കിലോമീറ്റർ. അതായത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ്. അപ്പം എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാല്, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് പ്രകാശവർഷം. എന്താണ് പ്രകാശവർഷം എന്ന് പറഞ്ഞാല്, എന്താണ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം, അതായത് പ്രകാശം ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അത് ഒരു സെക്കൻഡില് ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലായിരിക്കും പ്രകാശം സഞ്ചരിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രകാശവർഷം എന്ന് പറഞ്ഞാല് പ്രകാശം ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത്, ഒരു സെക്കൻഡില് ഏകദേശം എത്ര ലക്ഷമാണ്, 3 ലക്ഷം അല്ലെ. ഒരു സെക്കൻഡില് 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് പാർസെക് ആണ്. എന്താണ് പാർസെക് എന്ന് പറഞ്ഞാല്, എന്തായിരിക്കും, ഇതും ഒരു ദൂരം അളക്കുന്ന യൂണിറ്റ് തന്നെയാണ്. അതായത് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് പാർസെക് എന്ന് പറയുന്നത്. അപ്പൊ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെങ്കിലോ, അവിടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. പ്രകാശവർഷം ആണെങ്കിലോ, പ്രകാശം ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ്. പാർസെക് എന്ന് പറഞ്ഞാൽ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് പാർസെക് എന്ന് പറയുന്നത്. അവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പാർസെക് എന്ന് പറഞ്ഞാല് എത്ര പ്രകാശവർഷമാണെന്ന് ചോദിക്കും. എത്രയാണ്, 3.26 പ്രകാശവർഷം. അപ്പൊ 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നീളവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് മറ്റൊരു അടിസ്ഥാന അളവായിട്ടുള്ള മാസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ്
സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു വെയിറ്റ് അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ കറക്റ്റ് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്, അതിനെയാണ് മാസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മാസിന്റെ SI യൂണിറ്റ് എന്തായിരിക്കും? മാസിന്റെ SI യൂണിറ്റ് എന്താ? കിലോഗ്രാം അല്ലെ? ഇവിടെ കിലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ ലെറ്റർ കെയും ജിയുമാണ്. അപ്പൊ കിലോഗ്രാം ശ്രദ്ധിക്കണം. നമ്മൾ മീറ്റർ പറഞ്ഞപ്പോഴും സ്മോൾ ലെറ്റർ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് മാസിന്റെ യൂണിറ്റ് ആയിട്ടുള്ള കിലോഗ്രാം പറയുമ്പോഴും ഏതിലേ പറയാൻ പാടുള്ളൂ? kg, കിലോഗ്രാം. സ്മോൾ ലെറ്റർ kg ആയിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് മാസ്? പഠിച്ചല്ലോ. എന്താണ് മാസ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്, അതിനെയാണ് മാസ് എന്ന് പറയാം. മാസിന്റെ SI യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? കിലോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, എത്ര ഗ്രാം ചേരുമ്പോഴാണ് 1 കിലോഗ്രാം ആവുന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ? എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം അല്ലെ? 1000 ഗ്രാം ചേരുമ്പോഴല്ലേ 1 കിലോഗ്രാം ആവുന്നത്? അങ്ങനെയാണെങ്കിൽ എത്ര മില്ലിഗ്രാം ചേരുമ്പോഴാണ് 1 കിലോഗ്രാം ആയിട്ട് മാറുക? മില്ലിഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ചെറിയ അളവാണ് അല്ലെ? അപ്പം ഏകദേശം ഒന്ന് ഓർത്ത് വെച്ചേക്ക, 10 ലക്ഷം മില്ലിഗ്രാം ചേരുമ്പോഴാണ് 1 കിലോഗ്രാം ആയിട്ട് മാറുക. തെറ്റി പോകരുത്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. എന്നാൽ എത്ര മില്ലിഗ്രാം ആണ് 1 കിലോഗ്രാം എന്ന് ചോദിച്ചാൽ എത്രയാ പറയേണ്ടത്? 10 ലക്ഷം മില്ലിഗ്രാം ചേരുമ്പോഴാണ് 1 കിലോഗ്രാം ആയി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, കിൻഡൽ ആണോ ടൺ ആണോ വലുത്? കിൻഡൽ ആണോ ടൺ ആണോ വലുത്? നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് അല്ലെ? ടൺ കണക്കിന് കൊണ്ടിറക്കി എന്നൊക്കെ, സാധനങ്ങൾ കൊണ്ടിറക്കി എന്നൊക്കെ പറയാറുണ്ട്. അവിടെ കിൻഡൽ ആണോ ടൺ ആണോ വലുത്? ഒരു സംശയം വേണ്ട, ടൺ ആണ് അല്ലെ? കാരണം എന്താ? 1 കിൻഡൽ എന്ന് പറഞ്ഞാല് 100 കിലോഗ്രാം ആണെങ്കിൽ 1 ടൺ എന്ന് പറഞ്ഞാല് 1000 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, 1 കിൻഡൽ എന്ന് പറഞ്ഞാല് എത്രയാണ്? 100 കിലോഗ്രാം. 1 കിൻഡല് 100 കിലോഗ്രാം ആണെങ്കിൽ 1 ടൺ എന്ന് പറഞ്ഞാല് 1000 കിലോഗ്രാം ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പൊ ഓർത്ത് വെക്കുക, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. അതുപോലെ തന്നെ 10 ലക്ഷം മില്ലിഗ്രാം ചേരുമ്പോഴാണ് 1 കിലോഗ്രാം ആകുന്നത്. 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണെങ്കിൽ 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാലോ. അടുത്തത് മറ്റൊരു അടിസ്ഥാന അളവായിട്ടുള്ള സമയത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ സമയത്തിന്റെ SI യൂണിറ്റ് എന്താണ്? സമയത്തിന്റെ SI യൂണിറ്റ് നമുക്ക് അറിയുന്നതാണ് അല്ലെ? സെക്കൻഡ് ആണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്മോൾ ലെറ്റർ S ആയിരിക്കണം. ഓക്കെ, അപ്പൊ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? സ്മോൾ ലെറ്റർ S ആയിരിക്കണം. അതാണ് സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പം സമയത്തിന്റെ SI യൂണിറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആയിരിക്കും? എത്രയായിരിക്കും? ഒരു കൺഫ്യൂഷൻ വേണ്ട അല്ലെ? 60 സെക്കൻഡ് അല്ലെ? 60 സെക്കൻഡ് അല്ലേ 1 മിനിറ്റ് എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആയിരിക്കും? എത്രയായിരിക്കും? ഈ 60 × 60 അങ്ങ് ഗുണിച്ചാൽ മതിയല്ലോ. അപ്പൊ എത്ര വരും? 6 6 36 3600 സെക്കൻഡ്. അതായത് 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3600 സെക്കൻഡ് ആയിരിക്കും. ഇത്രയും കാര്യം അവിടെ ഓർത്ത് വെക്കണേ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വ്യാപ്തത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ വ്യാപ്തം, മാസ് എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യാപ്തം എന്ന് പറഞ്ഞാലോ, ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തിന്റെ അളവാണ് വ്യാപ്തം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തിന്റെ അളവ്, അതിനെയാണ് വ്യാപ്തം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, വ്യാപ്തത്തിന്റെ SI യൂണിറ്റ് എന്തായിരിക്കും? എന്തായിരിക്കും? ക്യൂബിക് മീറ്റർ അഥവാ m³ ആയിരിക്കും. അപ്പൊ വ്യാപ്തത്തിന്റെ SI യൂണിറ്റ് ആണ് ക്യൂബിക് മീറ്റർ അഥവാ m³ എന്ന് പറയുന്നത്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, m എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്മോൾ ലെറ്റർ m ആണ്. അതും കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കാം. അതേപോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് സാന്ദ്രത. സാന്ദ്രത എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ബൈ വ്യാപ്തമാണ്. ഓക്കെ, അതായത് യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത്. ആ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസിനെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? സാന്ദ്രത കിട്ടും. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ അടിസ്ഥാന അളവുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അല്ലെ? എന്തായിരുന്നു അടിസ്ഥാന അളവുകൾ? പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ചിട്ടൊന്നും പ്രസ്താവിക്കാൻ കഴിയാത്ത അളവുകളാണ്. അങ്ങനെയാണെങ്കിൽ 7 അടിസ്ഥാന അളവുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ SI യൂണിറ്റുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പറഞ്ഞേ, ഏതൊക്കെയാണ്? നീളം നമ്മളിപ്പോ പറഞ്ഞതാണ് അല്ലെ? നീളത്തിന്റെ SI യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ ആണ്. സ്മോൾ ലെറ്റർ M ഉപയോഗിക്കുക.
അതുപോലെ മാസിന്റെ SI യൂണിറ്റ് എന്താ വരുന്നത്? കിലോഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ ഏതാ? സ്മോൾ ലെറ്റർ കെയും ജി ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ പറഞ്ഞു സമയത്തിന്റെ SI യൂണിറ്റ് എന്താ വരുന്നത്? സെക്കൻഡ്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് താപനില ഒരുവിധം ആളുകളൊക്കെ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം താപനില എന്ന് കണ്ട് ഓപ്ഷൻ നോക്കുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പെട്ടെന്ന് മൈൻഡ് എങ്ങോട്ടേക്ക് പോകും? ഡിഗ്രി സെൽഷ്യസിലോട്ട് പോകും. പക്ഷെ ശ്രദ്ധിക്കണം, താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കെൽവിൻ ആണ്. ഏതാണ്? കെൽവിൻ. നമ്മൾ താപനില എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാന്ന് ആലോചിക്കും അല്ലെ, തിളപ്പിക്കാന്ന് ആലോചിക്കും. അപ്പൊ അതെന്തിലാണ് സാധാരണ നമ്മൾ കെറ്റിലാണ് ഉപയോഗിക്കാറുള്ളത് അല്ലെ? അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ കെറ്റിലിനെ കെൽവിനായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ കെറ്റിലിനെ കെൽവിനായിട്ട് കണക്ട് ചെയ്യാം. താപനില അല്ലെ, വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ഉപയോഗിച്ചത്? കെറ്റിലാണ്. അവിടെ നമ്മൾ കെറ്റിലിന് എഴുതരുത്, കെൽവിൻ ആണ്. ഓക്കെ, അപ്പൊ താപനിലയുടെ യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ കെ എന്ന് പറഞ്ഞിട്ട് ഏതാണ് കൊടുത്തിട്ടുള്ളത്? ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ കെ ആണ് അല്ലെ, അവിടെ സ്മോൾ ലെറ്റർ അല്ല. എന്തുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചത്? എന്തുകൊണ്ടാണ്? ചില യൂണിറ്റുകളുടെ ആ ഒരു ഇത് വന്നിട്ടുള്ളത്, ആ ഒരു പേര് വന്നിട്ടുള്ളത് എന്തിലായിരിക്കും? അവരുടെ ചില വ്യക്തികളുടെ പേരിലായിരിക്കും. അതുകൊണ്ടാണ്, അങ്ങനെ വ്യക്തികളുടെ പേരിൽ വരുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ഉപയോഗിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ കെൽവിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ് ഈ പറഞ്ഞ താപനിലയുടെ യൂണിറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കെ എന്ന ഒരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വ്യക്തിയുടെ പേരിൽ നിന്ന് ആ ഒരു യൂണിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം എന്ന് ഓർത്തു വെക്കണം. അതേപോലെ തന്നെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. ഓക്കെ, ആംബിയർ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. കാരണം എന്താണ്? ആംബിയർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ് ഈ പറഞ്ഞ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് വ്യക്തിയുടെ പേരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് ആംബിയറിനെ എ കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ആംബിയർ അല്ലെ? നമുക്കറിയാം വൈദ്യുതൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ നല്ല ആംബിയറിലായിരിക്കും നമ്മുടെ വൈദ്യുതി നമ്മുടെ ദേഹത്തോട്ടേക്ക് കയറി പോകുന്നത് അല്ലെ? നല്ല ആംബിയറിലായിരിക്കും. അങ്ങനെ ആലോചിക്കുക. അപ്പൊ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ആംബിയർ. അങ്ങനെയാണെങ്കിൽ പദാർത്ഥത്തിന്റെ അളവ് എന്താണ്? മോൾ ആണ് അല്ലെ? പദാർത്ഥത്തിന്റെ അളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മോൾ ആയിരിക്കും. then ലാസ്റ്റ് വൺ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്തായിരിക്കും? അത് കാൻഡിലയാണ് കേട്ടോ. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡിലയാണ് അല്ലെ? നമ്മുടെ കാൻഡിലൈറ്റ് ആലോചിക്കുക, അതിലെ പ്രകാശം ആലോചിക്കുക. അപ്പൊ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? കാൻഡില. ഇത്രയും അളവുകളും യൂണിറ്റുകളും പഠിക്കണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നീളവും മാസവും സമയവും ഒക്കെ അറിയുന്നതാണ് അല്ലെ? കിട്ടാത്തത് ഏതായിരിക്കും? താപനില ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ തന്നെ പഠിക്കുക. താപനിലയുടെ യൂണിറ്റ് എന്താ? കെൽവിൻ. അതുപോലെ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആണെങ്കിലോ നല്ല ആംബിയറിലായിരിക്കും വൈദ്യുതി കയറി പോവുക അല്ലെ? അപ്പം ആംബിയർ. അതുപോലെ തന്നെ പദാർത്ഥത്തിന്റെ അളവാണെങ്കിൽ മോളും, പ്രകാശ തീവ്രതയുടെ അളവ് ചോദിച്ചാൽ കാൻഡിലയാണ്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്തത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, സിസ്റ്റം ഇന്റർനാഷണലിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? അതായത് ഒരു ഏകീകൃത യൂണിറ്റ് ആയിരിക്കും, ലോകമെമ്പാടും അംഗീകരിക്കുന്ന യൂണിറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും SI യൂണിറ്റിന്റെ പ്രത്യേകതകൾ? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഏകീകൃത യൂണിറ്റുകളായിരിക്കും. ഇവയ്ക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയായിരിക്കും അല്ലെ? നമുക്കറിയാം ലോകമെമ്പാടും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയായിരിക്കും. ഇവയെ അടിസ്ഥാനമാക്കി മറ്റ് അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചും കൊണ്ട് പ്രസ്താവിക്കുന്ന അളവുകളാണ് ഏതെന്ന് പറയുന്നത്? വിൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചും കൊണ്ട് പ്രസ്താവിക്കുന്ന യൂണിറ്റുകളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ SI യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ വിൽപ്പന്ന യൂണിറ്റിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിൽപ്പന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചും കൊണ്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വിൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് അളവുകളും യൂണിറ്റും ഒക്കെ എഴുതുന്ന സമയത്ത് ശരിയായ രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞല്ലോ നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു അവിടെ സ്മോൾ ലെറ്റർ M ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു അളവ് എടുക്കാം. ഒരു അളവ് എന്ന് പറയുമ്പോൾ ബലമാണ് കേട്ടോ. അപ്പൊ ബലത്തിന്റെ യൂണിറ്റ്, പല യൂണിറ്റുകൾ ഉണ്ടെങ്കിലും അതിൽ ഒരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെങ്കിൽ അവിടെ ന്യൂട്ടൺ എങ്ങനെയാണ് എഴുതേണ്ടത്? എങ്ങനെയാണ്? N വെച്ചിട്ട് അല്ലെ? നമുക്കറിയാം ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ N വെച്ചിട്ടാണ് എഴുതേണ്ടത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, സ്മോൾ ലെറ്റർ ഉപയോഗിക്കണോ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. കാരണം എന്താണ്?
ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അല്ലെ. അപ്പൊ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ് ഏത് വന്നിട്ടുള്ളത്, ഈ പറഞ്ഞ ന്യൂട്ടൺ എന്ന് പറയുന്ന ആ യൂണിറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ, ക്യാപിറ്റൽ ലെറ്റർ എന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, സ്മോൾ ലെറ്റർ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നീളത്തിന് നമുക്കറിയാം ഒരുപാട് യൂണിറ്റ് ഉണ്ട് അല്ലെ. മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, അങ്ങനെ പല യൂണിറ്റുകളും വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ സെന്റിമീറ്റർ എഴുതുന്ന സമയത്ത് സെന്റിമീറ്റർ എഴുതുമ്പോൾ അവിടെ എന്താണ്, സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ സിയും എമ്മും കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, കുത്ത് അങ്ങനെയുള്ള കാര്യം ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ സി കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് എം അങ്ങനെയും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതായത് സെന്റിമീറ്റർ എന്നൊക്കെ എഴുതുന്ന സമയത്ത് സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു കുത്തിടാനോ അല്ലെങ്കിൽ സെന്റിമീറ്ററിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സ്പേസ് ഇടാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ സെന്റിമീറ്റർ എന്ന് എഴുതുമ്പോൾ സിയും എമ്മും ഒക്കെ എങ്ങനെയായിരിക്കണം, സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയാം, ഊർജം എടുക്കാം. ഊർജത്തിന്റെ ഒരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത്. ഊർജത്തിന് ജൂളും ഉണ്ട്, അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം എന്താ, ന്യൂട്ടൺ മീറ്റർ ആണ് നമ്മൾ ഈ പറഞ്ഞ ഊർജത്തിന്റെ മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താണ്, സ്മോൾ ലെറ്റർ എം ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. അതായത് എൻ എം ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, എൻ എം അല്ലെ. ഇങ്ങനെ ഒന്ന് ക്യാപിറ്റൽ ലെറ്ററും ഒന്ന് സ്മോൾ ലെറ്ററും ആകുന്ന സമയത്ത് ഇങ്ങനെ അടുപ്പിച്ച് എഴുതാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം, നടുവിൽ ഒരു കുത്തോ അല്ലെങ്കിൽ ഒരു സ്പേസോ ഇട്ട് കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് ശരിയായിട്ട് എഴുതേണ്ടത്. മാറിപ്പോകരുത്. നമ്മൾ സെന്റിമീറ്റർ ഒക്കെ എഴുതുമ്പോ എന്താ പ്രശ്നം, അവിടെ രണ്ടും ഒരേ സ്മോൾ ലെറ്ററിലാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താ ചെയ്യണ്ട, അവിടെ സ്പേസ് ഇട്ട് കൊടുക്കണ്ട, കുത്തിട്ട് കൊടുക്കണ്ട, ഒരു കാര്യം ചെയ്യണ്ട. പക്ഷെ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുമ്പോൾ എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, മീറ്ററിലെ എം എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു കുത്ത് ഉണ്ടാവണം, ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, സ്പേസ് ഇട്ടിട്ട് ന്യൂട്ടൺ മീറ്റർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ന്യൂട്ടൺ കുത്ത് മീറ്റർ അങ്ങനെ കൊടുക്കുക. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ശരിയായിട്ട് എഴുതേണ്ടത്. അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുത്തൊരു തെറ്റായ രീതി ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അത് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ലീസ്റ്റ് കൗണ്ട്. എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാല്, അതായത് ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്, ഒരു ഉപകരണം ഉപയോഗിച്ചും കൊണ്ട് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു സ്കെയിലിന്റെ പിക്ചർ നേരത്തെ കണ്ടല്ലോ. ഇപ്പൊ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ ഏറ്റവും ചെറിയ അളവ് ആണ് ഇത്, മില്ലിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ 10 മില്ലിമീറ്റർ കഴിയുമ്പോഴാണ് ഒരു സെന്റിമീറ്റർ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു സ്കെയിൽ എന്ന് പറയുന്ന ആ ഒരു ഉപകരണത്തെ സംബന്ധിച്ച് അതിലെ ഏറ്റവും ചെറിയ അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്, മില്ലിമീറ്റർ ആണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്തായിരിക്കും, മില്ലിമീറ്റർ ആയിരിക്കും. അതായത് ആ ഉപകരണത്തിൽ അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ്, അതാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ സ്കെയിലിൽ ഏതായിരിക്കും ലീസ്റ്റ് കൗണ്ട്, ഏതാണ്, മില്ലിമീറ്റർ ആയിരിക്കും അല്ലെ, മില്ലിമീറ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് ഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. മിക്കപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യഭാഗമാണ്. അതിനിപ്പോ 10th ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഒരു മാർക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അതായത് കുറച്ച് അളവുകൾ തന്നിട്ട് അതിന്റെ യൂണിറ്റുകളാണ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, പഠിച്ച് സെറ്റാക്കി പോവാം. അപ്പൊ അതില് ദൂരം, സ്ഥാനാന്തരം. അപ്പൊ ദൂരത്തിന്റെ അളവ് എന്തായിരിക്കും, മീറ്റർ ആണ് അല്ലെ. നമുക്ക് അറിയുന്നതാണ് ദൂരത്തിന്റെ അളവ് നമ്മൾ പറയുമ്പോൾ ഏതിലാണ് പറയാ, മീറ്ററിലായിരിക്കും പറയേണ്ടത്. അപ്പൊ ദൂരമാണെങ്കിലും അതേപോലെ ഓർത്തു വെക്കേണ്ടതാണ് സ്ഥാനാന്തരം. അപ്പൊ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്, മീറ്റർ ആയിരിക്കും. അപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, സ്ഥാനാന്തരം എന്താണെന്നല്ലേ. നമുക്ക് സ്ഥാനാന്തരത്തെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇപ്പൊ ഒന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞുതരാം. അപ്പൊ ദൂരം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ഇത് നിങ്ങളുടെ വീടാണെങ്കിൽ, ഓക്കെ, ഇത് നിങ്ങളുടെ വീട്, ഇത് ഒരു സ്കൂളാണെന്ന് കരുതുക. ഓക്കെ, അപ്പം ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വഴിയായിരിക്കും ചിലപ്പോൾ സ്കൂളിലേക്കുള്ള വഴി എന്ന് വിചാരിക്കാം. ഇങ്ങനെയും പോകാം, ഇങ്ങനെയും പോകാം. ഓക്കെ, ഇതൊക്കെ എന്താണ്, ദൂരാണ് അല്ലെ. അതായത് നമ്മൾ സഞ്ചരിക്കുന്ന പാതയുടെ ആ നീളത്തെയാണ് എന്തെന്ന് വിളിക്കുക, ദൂരം എന്ന് വിളിക്കുക അല്ലെ. നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഈ ഒരു പാതയുണ്ടല്ലോ, ആ പാതയുടെ നീളമാണ് ദൂരം. ഇതിലൂടെ സഞ്ചരിച്ചാൽ എന്താണ്, ഇതും ദൂരമാണ് അല്ലെ. എന്നാൽ ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിലെ ഏറ്റവും കുറഞ്ഞ അകലം, ഓക്കെ, ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിലെ ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറഞ്ഞാൽ അതിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അകലായിരിക്കുമല്ലോ.
അപ്പൊ അതിനെയാണ് എന്തെന്ന് വിളിക്കുക? സ്ഥാനാന്തരം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ അതായത് അല്ലെങ്കിൽ നമ്മൾ ആ സഞ്ചരിക്കുന്ന പാതയുടെ നീളം, ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ നമ്മൾ ആ സഞ്ചരിക്കുന്ന പാതയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. എന്നാൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിലെ ഏറ്റവും കുറഞ്ഞ ദൂരമായിരിക്കും. അപ്പം ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും? നേർരേഖാ ദൂരം ആയിരിക്കും അല്ലെ? കറക്റ്റ്. ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുമ്പോൾ അവരുടെ നേർരേഖയിൽ വരയ്ക്കുന്ന ദൂരമായിരിക്കും ഇതിൽ ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇത്രയും കാര്യം ഓർത്തു വെക്കാം. ഈ ദൂരമാണെങ്കിലും സ്ഥാനാന്തരമാണെങ്കിലും അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് പ്രവേഗം, വേഗത. പ്രവേഗവും വേഗതയുടെയും യൂണിറ്റ് എന്താണ്? പ്രവേഗവും വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ട്ടോ. അപ്പൊ പ്രവേഗമാണെങ്കിലും വേഗതയാണെങ്കിലും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പ്രവേഗമാണെങ്കിലും, പ്രവേഗത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സിലൊക്കെ അത് പഠിക്കാം. അപ്പൊ പ്രവേഗമാണെങ്കിലും വേഗതയാണെങ്കിലും അതിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ത്വരണം, ത്വരണത്തിന്റെ യൂണിറ്റ് എന്താ? ത്വരണത്തിന്റെ യൂണിറ്റ് ഈ മീറ്റർ പെർ സെക്കൻഡിന്റെ കൂടെ സ്ക്വയർ അങ്ങ് കൊടുക്കുക. സ്ക്വയർ കൊടുക്കാൻ വിട്ടുപോയി. അപ്പൊ സെക്കൻഡിന്റെ മുകളിൽ ഒരു സ്ക്വയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതായത് ത്വരണം എന്ന് പറഞ്ഞാല് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രവേഗം വേഗതയാണെങ്കിൽ വെറും മീറ്റർ പെർ സെക്കൻഡ്. ത്വരണമാണെങ്കിൽ എന്താ? ത്വരണം എന്ന് പറയുമ്പോൾ അവിടെ സെക്കൻഡ് സ്ക്വയർ വരും അല്ലെ? അതായത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം, മർദ്ദമാണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താ? മർദ്ദത്തിന്റെ പാസ്കൽ. മർദ്ദത്തിന്റെ യൂണിറ്റ് ഇപ്പൊ പഠിക്കാം. മർദ്ദം പാസ്കൽ ആണ് അല്ലെ? മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. അതുപോലെ പ്രവൃത്തി, ഊർജം, താപോർജം. ഓക്കെ, ഏത് ഊർജം ആയിക്കോട്ടെ, ഊർജം ആണെങ്കിലും താപോർജം ആണെങ്കിലും ഒക്കെ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ജൂൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രവൃത്തിയാണെങ്കിലും ഊർജമാണെങ്കിലും താപോർജമാണെങ്കിലും അതിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് ഏതാണ്? ജൂൾ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? ഇപ്പൊ ജൂണിനെ നമുക്ക് ജസ്റ്റ് ജൂൺ മാസമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ? ജൂൺ മാസം എന്നൊക്കെ പറയുമ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ഒരു സമയമാണ് അല്ലെ? അതായത് പ്രവൃത്തി ദിനങ്ങളൊക്കെ കൂടുതലുള്ള സമയമായിരിക്കും. അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ പോകാൻ നല്ലൊരു ഊർജ്ജമായിരിക്കും. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചുകൂടെ? ഇപ്പൊ ജൂൺ മാസം ഉള്ളതിനെ നമുക്ക് ജൂൺ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ പ്രവൃത്തി ദിവസങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഊർജ്ജമായിരിക്കും. അപ്പൊ പ്രവൃത്തി, ഊർജം, താപോർജം ഇതിന്റെ ഒക്കെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തേ. ഏതൊക്കെയാണ്? ദൂരം, സ്ഥാനാന്തരം. യൂണിറ്റ് ഏതാ? മീറ്റർ. ദൂരമാണെങ്കിലും സ്ഥാനാന്തരമാണെങ്കിലും മീറ്റർ. പ്രവേഗം, വേഗത ഏതായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗം, വേഗത മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ത്വരണമാണെങ്കിൽ അവിടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. അപ്പൊ ത്വരണമാണെങ്കിൽ എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. മർദ്ദമാണെങ്കിലോ? മർദ്ദമാണെങ്കിൽ പാസ്കൽ അല്ലെ? മർദ്ദമാണെങ്കിൽ പാസ്കൽ ആണ്. പ്രവൃത്തി, ഊർജം, താപോർജം ഒക്കെ ആണെങ്കിലും ഏത് തന്നെയാണ്? ജൂൾ ആയിരിക്കും. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് പവർ ആണ്. പവറിന്റെ യൂണിറ്റ് എന്താ? പവർ. പവർ എന്ന് പറയുമ്പോൾ അവിടെ വാ വെച്ച് കണക്ട് ചെയ്യുക. പവർ, വാട്ട്. പവർ അല്ലെ? എന്ത് പവർ ആണ് അല്ലെ? വാട്ട് ചോദിക്കാം. അപ്പൊ പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ് അല്ലെ? പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ബലം. ബലത്തിന്റെ യൂണിറ്റ് നമ്മൾ മുന്നേ പറഞ്ഞു അല്ലെ? ബലം ആർക്കാണ് നല്ല ബലം? ന്യൂട്ടൺ ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. എന്നാൽ പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ വൈദ്യുത ചാർജ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താ? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കുളോം ആണ് അല്ലെ? കുളോം ഓർത്ത് വെച്ചേക്കണം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കുളോം ആണ്. നമ്മളൊരു കുളത്തിൽ ഒരു വൈദ്യുത കമ്പി വീണ് കഴിഞ്ഞാൽ എന്താണ് പാട് അല്ലെ? പെട്ടെന്ന് ചാർജ് കയറും അല്ലെ? വൈദ്യുത ചാർജ് കയറും. നമ്മൾ ആ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആ വൈദ്യുത ചാർജ് കയറും. അപ്പൊ കുളത്തിലൊക്കെ ഒരു ലൈൻ കമ്പി അല്ലെങ്കിൽ വൈദ്യുത കമ്പി വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മേത്തേക്ക് അത് ചാർജ് ആവും. അങ്ങനെ ആലോചിക്കാം. വൈദ്യുത ചാർജ് കുളോം. വൈദ്യുത ചാർജ് കുളോം പഠിക്കണേ. അടുത്തത് പൊട്ടൻഷ്യൽ വ്യത്യാസം. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താ? പൊട്ടൻഷ്യൽ അല്ലെ? പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ട ഇല്ലേ? ഇവിടെ ഒരു വോൾട്ട് ഉണ്ട്. അപ്പൊ പൊട്ടൻഷ്യൽ, ഈ പാന അങ്ങ് ചെറുതാക്കുക, വായാക്കുക. അപ്പൊ ഇവിടെ തന്നെ വരുന്നുണ്ട് വോൾട്ട്. അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. പൊട്ടൻഷ്യൽ വോൾട്ട്. ഓക്കെ അല്ലേ? അടുത്തത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധമാണ് അല്ലെ? നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം ആണ്. ഓക്കെ, ഓം. അപ്പൊ പ്രതിരോധിക്കുക അല്ലെ? ബാഹ്യ ശക്തികളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഓം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞേ. പവറിന്റെ യൂണിറ്റ് ആണെങ്കിൽ പവർ എന്ത് പവർ ആണ്? വാട്ട് അല്ലെ? പവർ വാട്ട്. ബലം ആർക്കാ നല്ല ബലം? ന്യൂട്ടന്. അപ്പൊ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. വൈദ്യുത ചാർജ്. വൈദ്യുത കമ്പി എവിടെ വീണത്? കുളത്തിലാ വീണത് അല്ലെ? അപ്പൊ നല്ല പെട്ടെന്ന് ചാർജ് ആയി. അപ്പൊ വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താ? കുളോം. പൊട്ടൻഷ്യൽ വ്യത്യാസം ഏതാണ്? പൊട്ടൻഷ്യൽ വോൾട്ട്.
പിന്നെ റെസിസ്റ്റൻസ് ആണെങ്കിലോ ഓം ആണ് അല്ലെ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താ? കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ് അല്ലെ, ഫാരഡ് ആണെന്ന് പഠിക്കുക. കപ്പാസിറ്റൻസ് ഫാരഡ്. എന്താ പറഞ്ഞത്? കപ്പാസിറ്റൻസ് ഫാരഡ്. അങ്ങനെയാണെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ്, ഒരുപാട് തവണ PYQ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ശബ്ദ തീവ്രത ഉച്ചത. രണ്ടും ചോദിക്കാറുണ്ട്, തെറ്റിപ്പോകാറുണ്ട്. അപ്പൊ ശബ്ദ തീവ്രത എന്ന് ചോദിച്ചാലും ഉച്ചത എന്ന് ചോദിച്ചാലും ഇതിന്റെ ഒക്കെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ഡെസിബൽ ആണ് കേട്ടോ, ഡെസിബൽ. അപ്പൊ ശബ്ദ തീവ്രത, ഉച്ചത ഇവയുടെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ. ഓക്കെ, അപ്പൊ നമുക്കറിയാം സ്കൂളിലൊക്കെ ബെല്ലടിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ശബ്ദത്തിലെ ഭയങ്കര ശബ്ദ തീവ്രതയിലായിരിക്കും അടിക്കുക. അതുപോലെ തന്നെ നല്ല ഉച്ചത്തിലായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ആലോചിക്കാം, ഡെസിബൽ ഈ ബെല്ലായിട്ട് കണക്ട് ചെയ്യാം. അതായത് സ്കൂളിലൊക്കെ ബെല്ല് നല്ല ഉറക്കനെ ആയിരിക്കും അടിക്കുക. എങ്ങനെയാണ്? നല്ല ശബ്ദ തീവ്രതയിലായിരിക്കും അടിക്കുക, ഭയങ്കര ഉച്ചത്തിലായിരിക്കും. അപ്പൊ ശബ്ദ തീവ്രത അതുപോലെ തന്നെ ഉച്ചത ഇവയുടെയൊക്കെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ചോദിക്കുന്നതാണ് ആവൃത്തി. ഒരുപാട് തവണ ചോദിച്ചതാണ്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ്. ആവൃത്തി ഹെർട്സ്. ഇനി അടുത്തത് ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് ആ ഒരു അതേ ഒരു പ്രൊനൗൺസിയേഷനിൽ വരുന്നതാണ്. ഇൻഡക്റ്റൻസ് ഹെൻറി. ഇൻഡക്റ്റൻസ് ഹെൻറി. കാന്തിക ഫ്ലക്സ് ആണെങ്കിലോ വെബർ ആണ് അല്ലെ. കാന്തിക ഫ്ലക്സ് ആണെങ്കിൽ വെബർ ആയിരിക്കും. തരംഗ ദൈർഘ്യമാണെങ്കിൽ ആങ്സ്ട്രം. അങ്ങനെ തന്നെ കാണാതെ പഠിക്കാം. തരംഗ ദൈർഘ്യം ആങ്സ്ട്രം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വൺ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ബെക്കറൽ. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ബെക്കറൽ. ഓക്കെ അല്ലേ? റേഡിയോ ആക്ടിവിറ്റി ബെക്കറൽ ആണ്. തരംഗ ദൈർഘ്യം എന്തായിരുന്നു? ആങ്സ്ട്രം ആണ്. കാന്തിക ഫ്ലക്സ് ആണെങ്കിലോ വെബർ ആണ്. ഇൻഡക്റ്റൻസ് ആണെങ്കിൽ ഹെൻറി ആണ്. ആവൃത്തിയാണെങ്കിലോ ഹെർട്സ് അല്ലെ. ആവൃത്തിയാണെങ്കിൽ ഹെർട്സ് ആണ്. ശബ്ദ തീവ്രത ഉച്ചതയാണെങ്കിൽ ഡെസിബൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ ഒരു സീരീസ് തുടർന്നും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റിൽ പറയാം. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.